എഗ്ഗ് സാൻഡ്വിച്ച്. ബ്രെഡും എഗ്ഗ് ഓംലേറ്റും കൊണ്ടുണ്ടാക്കിയ ഒരു അടിപൊളി സാൻഡ്വിച്ച്. ഇതുണ്ടാക്കാൻ ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഓംലേറ്റിന് വേണ്ടിയിട്ട് ഒരു സവാള, ഒരു തക്കാളി, 2 പച്ചമുളക്, ഒരു മുട്ട എടുത്തിട്ടുണ്ട്. സവാള കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലിട്ടിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളകും ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട ഞാൻ പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു മുട്ടയാണ് എടുത്തത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2 മുട്ടയോ 3 മുട്ടയോ എടുക്കാം. ക്വാണ്ടിറ്റി നിങ്ങൾക്ക് എത്ര വേണോ അനുസരിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടിയല്ല ഗരം മസാല, കുറച്ച് ഉപ്പും ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ മുട്ട ഒന്ന് മാത്രം എടുത്തുകൊണ്ട് ഉള്ളി അധികമായ പോലെ തോന്നുന്നുണ്ട്. പക്ഷെ ഉള്ളി അധികം നല്ല കറക്റ്റായിരുന്നു. അപ്പോൾ ഒന്ന് മിക്സായി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചുട്ടെടുക്കണം. അതിന് ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. നന്നായി പരത്തി കൊടുക്കാം. സാധാരണ ഓംലേറ്റ് ചുടുന്ന പോലെ ചുട്ടെടുത്താൽ മതി. ഒരു സമയം കഴിഞ്ഞ് വെന്ത് വന്നാൽ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സാൻഡ്വിച്ചിന് വേണ്ട ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. 3 പീസായിട്ടാണ് എടുത്തത്. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. 2 ഭാഗവും മാറ്റിയിട്ടൊന്ന് അധികം കരിഞ്ഞു പോകാതെ 2 ഭാഗവും നന്നായി ഒന്ന് ഹാർഡാകുന്ന രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അധികം കരിഞ്ഞു പോകാതെ നോക്കണം. അങ്ങനെ രണ്ടെണ്ണം ചെയ്യേണ്ട. അങ്ങനെ ബാക്കിയുള്ളതും കൂടി അങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം. 2 ഭാഗവും മാറി ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ എല്ലാ ബ്രെഡും ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബ്രെഡിലേക്ക് നമുക്ക് ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം എഗ്ഗ്. ഞാൻ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം നമുക്ക് ടൊമാറ്റോ സോസ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും ടൊമാറ്റോ സോസ്, എല്ലാ ഭാഗത്തുള്ള ടോപ്പ് ഭാഗത്ത് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലേക്ക് മുട്ട വെച്ച് കൊടുക്കാം. മുട്ടയുടെ വലിപ്പം അധികമാണ്. അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. കട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി. കട്ട് ചെയ്ത് ഭാഗം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ച തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ബാക്കിയുള്ള ഓംലേറ്റും കൂടി വെക്കാം. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് അടുത്ത ബ്രെഡും കൂടി വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ എഗ്ഗ് സാൻഡ്വിച്ച് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കഴിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി 2 പീസാക്കാം. സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എൻ്റെ കത്തിക്ക് മൂർച്ച കുറവായതുകൊണ്ട് അങ്ങനെ പൊട്ടിപ്പോയി എൻ്റെ ബ്രെഡ്. അല്ല, ബ്രെഡ് അധികം സോഫ്റ്റ് ആയതുകൊണ്ടായിരിക്കും പൊട്ടിപ്പോയത്. ഇപ്പോൾ നമ്മുടെ എഗ്ഗ് ഓംലേറ്റ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. എഗ്ഗ് ബ്രെഡ് സാൻഡ്വിച്ച്
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.